ഫ്രണ്ട്സ്, നമ്മളിന്ന് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്തായാലും ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളാണിത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി ഈസ് ഡാഷ്. ആൻസറാണ് വർക്കിംഗ് ക്യാപിറ്റൽ. കറണ്ട് അസറ്റിനും കറണ്ട് ലയബിലിറ്റിക്കുമുള്ള ഡിഫറൻസ് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെയിൽസ് ലെസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈക്വൽ ടു ഡാഷ്. ആൻസറാണ് ഗ്രോസ് പ്രോഫിറ്റ്. സെയിൽസ് ലെസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ്. തേർഡ് ക്വസ്റ്റ്യൻ, നറേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ്. ആൻസറാണ് ജേണൽ. നറേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ജേണൽ. ക്വസ്റ്റ്യൻ നമ്പർ 4, ജനറലി പെറ്റി ക്യാഷ് ഈസ് മെയിൻറ്റെയിൻഡ് അണ്ടർ ഡാഷ്. ആൻസറാണ് ഇംപ്രസ്ഡ് സിസ്റ്റം. പെറ്റി ക്യാഷ് ഈസ് മെയിൻറ്റെയിൻഡ് അണ്ടർ ഇംപ്രസ്ഡ് സിസ്റ്റം. ഫിഫ്ത്ത് വൺ, സെയിൽസ് ഡേ ബുക്ക് കണ്ടെയ്ൻസ് ഓൺലി ഡാഷ്. ആൻസറാണ് ക്രെഡിറ്റ് സെയിൽസ്. സെയിൽസ് ഡേ ബുക്കിൽ ക്രെഡിറ്റ് സെയിൽസ് മാത്രമായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്തത്. ക്വസ്റ്റ്യൻ നമ്പർ 6, ക്യാഷ് ഡിസ്കൗണ്ട് ഈസ് അലൗഡ് ഫോർ ഡാഷ്. ആൻസർ പ്രോംപ്റ്റ് റീപേയ്മെൻറ്റ്. പ്രോംപ്റ്റ് റീപേയ്മെൻറ്റിനാണ് ക്യാഷ് ഡിസ്കൗണ്ട് അലൗ ചെയ്യുന്നത്. സെവൻത് ക്വസ്റ്റ്യൻ, ക്യാഷ് ഇൻ ഹാൻഡ് ഓൾവേസ് ഷോസ് ഡാഷ്. ആൻസർ ഡെബിറ്റ് ബാലൻസ്. ക്യാഷ് ഇൻ ഹാൻഡ് ഓൾവേസ് ഷോസ് ഡെബിറ്റ് ബാലൻസ്. എയ്ത്ത് വൺ, ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് ഡാഷ്. ആൻസർ കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ. നയൻത് ക്വസ്റ്റ്യൻ, നോമിനൽ അക്കൗണ്ട്സ് ആർ ഓൾസോ നോൺ ആസ് ഡാഷ്. ആൻസർ fictitious account. Nominal accounts are also known as fictitious accounts. 10th one, a check is issued with a future date is called dash. ആൻസർ ആണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. ഒരു ചെക്ക് ഫ്യൂച്ചർ ഡേറ്റിലോട്ട് ഇട്ടിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതിന് പറയുന്നതാണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 11, എ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ഡാഷ്. ആൻസർ കസ്റ്റമർ. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് കസ്റ്റമറാണ്. 12, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആർ ഷോൺ ഇൻ ദ ഡാഷ്. ആൻസർ പി ആൻഡ് എൽ അക്കൗണ്ട്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് പി ആൻഡ് എൽ അക്കൗണ്ടിലും ഡയറക്റ്റ് എക്സ്പെൻസ് ട്രേഡിംഗ് അക്കൗണ്ടിലായിരിക്കും കാണിക്കുന്നത്. 13, വേജസ് ആൻഡ് സാലറീസ് ആർ ഷോൺ ഇൻ ഡാഷ്. ആൻസർ ട്രേഡിംഗ് അക്കൗണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 14, ക്യാരേജ് ഈസ് ഡെബിറ്റഡ് ടു ഡാഷ്. ആൻസർ ട്രേഡിംഗ് അക്കൗണ്ട്. ക്യാരേജ് ഈസ് ഡെബിറ്റഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. 15, റിസർവ് ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് ഈസ് ഡാഷ്. ആൻസർ ഡെബിറ്റഡ് ടു പി ആൻഡ് എൽ അക്കൗണ്ട്. റിസർവ് ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 16, ഡാഷ് ഈസ് ദ മോട്ടോ ഓഫ് കോപ്പറേറ്റീവ്സ്. ആൻസർ സർവീസ്. സർവീസ് ഈസ് ദ മോട്ടോ ഓഫ് കോപ്പറേറ്റീവ്സ്. 17, ഫസ്റ്റ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ വാസ് ഓർഗനൈസ്ഡ് അറ്റ് ഡാഷ്. ആൻസർ ഹൂബ്ലി. ഫസ്റ്റ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ആണ് ഹൂബ്ലി. ക്വസ്റ്റ്യൻ നമ്പർ 18, ഡാഷ് ആക്ട് ആസ് ദ നോഡൽ മാർക്കറ്റിംഗ് ഏജൻസി ഇൻ കോപ്പറേറ്റീവ് സെക്ടർ അറ്റ് നാഷണൽ ലെവൽ. ആൻസർ നാഫെഡ്. നാഫെഡ് ആക്ട് ആസ് നോഡൽ മാർക്കറ്റിംഗ് ഏജൻസി ഇൻ കോപ്പറേറ്റീവ് സെക്ടർ അറ്റ് നാഷണൽ ലെവൽ. നാഷണൽ ലെവലിലുള്ള കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഏജൻസിയാണ് നാഫെഡ് എന്ന് പറയുന്നത്. 19, ദ ഓവറോൾ ഇൻചാർജ് ഓഫ് പ്ലാനിംഗ് ആൻഡ് കോർഡിനേഷൻ ഓഫ് സെൻറ്റർ കോപ്പറേറ്റീവ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഇൻ ദ കൺട്രി ഈസ് എൻട്രസ്റ്റഡ് വിത്ത് ഡാഷ്. ആൻസർ NCCT. 20, ദ വേർഡ് കോപ്പറേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം എ ഡാഷ്. ആൻസർ ലാറ്റിൻ വേർഡ്. ലാറ്റിൻ വേർഡായ കോപ്പാരിയിൽ നിന്നുമാണ് കോപ്പറേഷൻ എന്ന വേർഡ് ഡിറൈവ് ചെയ്തത്. 21, മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് ഇനാക്റ്റഡ് ഇൻ ഡാഷ്. ആൻസർ 1932. മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇനാക്ട് ചെയ്തത് 1932. 22, കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് ഇനാക്റ്റഡ് ഇൻ ഡാഷ്. ആൻസർ 1913. കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് ഇനാക്റ്റഡ് ഇൻ 1913. 23, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് ഇനാക്റ്റഡ് ഇൻ ദ ഇയർ. ആൻസർ 1969. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇനാക്ട് ചെയ്തത് 1969. 24, ഡാഷ് കൺട്രോൾ ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ. ആൻസർ ഡെമോക്രാറ്റിക് കൺട്രോൾ. ഡാഷ് കൺട്രോൾ ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ. ആൻസർ ഡെമോക്രാറ്റിക് കൺട്രോൾ. 25, ഡാഷ് ഈസ് കോൾഡ് ദ ഫാദർ ഓഫ് കോപ്പറേഷൻ. ആൻസർ റോബർട്ട് ഓവൻ.
റോബർട്ട് ഈസ് കോൾഡ് ഫാദർ ഓഫ് കോപ്പറേഷൻ. ഇതെല്ലാം സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം പ്രീവിയസ് ഒരു എക്സാമിന് 2007 ചോദിച്ച പ്രീവിയസ് എക്സാമിൻ്റെ ഓർഡർ പോലും മാറ്റാതെ ഇട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓപ്ഷൻസ് മാത്രം മാറ്റിയിട്ടുള്ളതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള, എന്തായാലും തുടക്കക്കാർക്ക് ചിലപ്പോൾ കിട്ടാത്തതായിരിക്കും. പഠിച്ചിട്ടുള്ളവർക്ക് എന്തായാലും ഇതെല്ലാം അറിയാവുന്നതായിരിക്കും. അറിയാത്തവർ ഉറപ്പായിട്ട് നോക്കുക.